കഴിഞ്ഞ ദിവസം തൻവി സുധീർ ഘോഷ് പങ്കുവച്ചൊരു വ്ളോഗാണ് ചർച്ചയാകുന്നത്. കാനഡയിലെ ജീവിതം അവസാനിപ്പിച്ച് തൻവിയും ഭർത്താവും 2 മക്കളും നാട്ടിൽ എത്തിയിട്ട് കുറച്ച് മാസങ്ങളേ ആകുന്നുള്ളൂ. അമ്മൂമ്മയ്ക്കൊപ്പം തിരുവനന്തപുരത്തെ തറവാട് വീട്ടിലാണ് തൻവിയും കുടുംബവും താമസിക്കുന്നത്. അമ്മൂമ്മയെ സംരക്ഷിക്കുക എന്ന ചുമതല താൻ ഏറ്റെടുത്തുവെന്ന് തൻവി പറഞ്ഞിരുന്നു. തൻവി നാട്ടിലേക്ക് വരും മുമ്പ് സിന്ധു കൃഷ്ണയുടെ പിതാവ് മരിക്കുന്നതുവരെയും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് സിന്ധു കൃഷ്ണയും മക്കളും ചേർന്നാണ്. അച്ഛൻ്റെ മരണശേഷം അമ്മയുമായി ഒത്തുപോകാൻ സിന്ധുവിന് കഴിയാതെ വരികയായിരുന്നു. കുട്ടിക്കാലം മുതൽ നോക്കി വളർത്തിയവർ എന്ന കടമയും അമ്മൂമ്മയോട് തൻവിക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സംരക്ഷിക്കാനായി നാട്ടിലേക്ക് എത്തിയത്. എന്നാൽ അമ്മൂമ്മയോടൊപ്പം തറവാട് വീട്ടിൽ ഇനി താമസിക്കാൻ കഴിയില്ലെന്ന് പറയുകയാണ് തൻവി. തൻ്റെ 2.5 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന് പലവിധ അസുഖങ്ങൾ തറവാട് വീട്ടിൽ താമസം തുടങ്ങിയ ശേഷം വന്നിട്ടുണ്ടെന്നും ഒരു അസുഖവും എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാതെ കുഞ്ഞു വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായും തൻവി പുതിയ വ്ളോഗിൽ പറയുന്നുണ്ട്. തറവാട് വീട് ഡീപ്പ് ക്ലീൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ താനും കുടുംബവും വാടക വീട്ടിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണെന്നും തൻവി പറഞ്ഞു. എന്നാൽ അമ്മൂമ്മ തങ്ങൾക്കൊപ്പം വരാൻ തയ്യാറാകുന്നില്ലെന്നും പിടിവാശിയിലാണെന്നും തൻവി പറയുന്നുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് എനിക്ക് ഇപ്പോൾ പ്രധാനമെന്നും തൻവി പറഞ്ഞു. തൻവിയും കുടുംബവും സ്ഥിരതാമസത്തിനായി എത്തുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വീട് വൃത്തിയാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് സിന്ധുവും അഹാനയും അമ്മൂമ്മയോട് പറഞ്ഞിരുന്നുവെങ്കിലും അവർ അത് തയ്യാറായിരുന്നില്ല. ഇവർ വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മൂമ്മ തടയുകയും ചെയ്തിരുന്നു. അതെല്ലാം ഇരുവരും അമ്മൂമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാകാൻ കാരണമായിട്ടുണ്ട്. പുതിയ വ്ളോഗ് പുറത്തു വന്ന ശേഷം തൻവിക്ക് വിമർശനവും പരിഹാസവുമാണ് ഏറെയും ലഭിക്കുന്നത്. അമ്മൂമ്മ പിടിവാശിക്കാരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ എന്നാണ് തൻവിയോട് ചിലർ കമൻറ്റിലൂടെ ചോദിച്ചത്. അമ്മൂമ്മ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തല്ലേ, ചിലവും കൂടി കാണും. അഹാന പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവരെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ തൻവിക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇത്രയും പെട്ടെന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു 5-6 മാസമെങ്കിലും അവിടെ താമസിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. വാചകം പോലെ എളുപ്പമല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ട് ചാടിയ അമ്മൂമ്മ പെരുവഴി. അതല്ലേ അഹാന ഒരു വീഡിയോയിൽ പറഞ്ഞത്. കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും അവരുടെ മണ്ടയ്ക്ക് കയറി നൈസായിട്ട് അമ്മൂമ്മയെ ഒഴിവാക്കിയല്ലേ. അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തല്ലേ. ഇതിൻ്റെ പേരിൽ വീട് മാറി താമസിക്കാൻ ഒരു അവസരം കിട്ടിയതുപോലെ ഉണ്ടല്ലോ തൻവി. അപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്കാവില്ലേ. മുമ്പ് എന്തൊരു കൺസേൺ ആയിരുന്നു. അമ്മൂമ്മയെ നോക്കി മടുത്ത് കാണും അല്ലേ തൻവി എന്നിങ്ങനെ നിൽക്കുന്നു കമൻറ്റുകൾ. വീട് മാറി താമസിക്കാനുള്ള പ്ലാനിലാണ്. വെളിപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും വരുമെന്ന് തനിക്ക് അറിയാമെന്നും എന്നിരുന്നാലും തനിക്ക് അതല്ല വിഷയമെന്നും മകളുടെ ആരോഗ്യമാണെന്നും വ്ളോഗിൽ തൻവി പറഞ്ഞിരുന്നു. 2 മക്കളാണ് തൻവിക്ക്. ഭർത്താവിൻ്റെ കുടുംബം മാത്രമാണ് തൻവിക്ക് സഹായമായി ഉള്ളത്. തൻവിയുടെ അമ്മ പോലും അകൽച്ചയിലാണ്.